നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയെങ്കിലും എന്റെ അമ്മയെ നീതിയുടെ വഴിയിലേക്ക് എനിക്ക് കൊണ്ടുവരണം. ഒപ്പം ഭാര്യയുടെ നിരപരാധിത്വം തെളിയിക്കുകയും വേണം. അത് നടക്കുന്നു തന്നെ ശ്യാം, എന്റെ വിശ്വാസം. അത് മതി ഇന്ദിരേട്ടാ, അത് മതി. എനിക്കിവിടെ ഒരു വോയിസ് ഇല്ലെന്ന് നിങ്ങൾക്കറിയാലോ. നിലനിൽപ്പിന് വേണ്ടി സത്യത്തിന് ന്യായത്തിന് മുൻപിൽ കണ്ണടക്കേണ്ടി വരുന്നത് അത് വല്ലാത്തൊരു ഗതികേടാ. ശ്യാമോൾ ഉറങ്ങിയ ചേച്ചി? മോളും വിച്ചുമോനും ഉറങ്ങി. ഞാൻ വേണമെങ്കിൽ മോളെ നിന്റെ മുറിയിലേക്ക് മാറ്റി കിടത്താം. ശരി, ഞാൻ ആദ്യം ഒന്ന് കുളിക്കട്ടെ, എന്നിട്ട് മതി. ശ്യാമേ, നീ ആഹാരം കഴിച്ചോ? ശ്യാമേ? ആ അതെ, ഹോസ്പിറ്റലിലവർക്ക് ആഹാരം വാങ്ങിക്കൊടുത്തപ്പോ ഞാനും കഴിച്ചു ഇന്ദിരേട്ടാ. പോയി കുടിച്ചിട്ടോ. ശരി. ഒരാളെങ്കിലും നമ്മളെ വിശ്വസിക്കാനുണ്ടാനോ? ഇന്ദ്രേട്ടാ, എന്റെ പ്രതീക്ഷ ഇതിലൊന്നുമല്ല, ആ ക്യാമറയില. അതിലെ ദൃശ്യങ്ങൾക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. നീ ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ വിനയ? ആ ധനൻ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അതാ എനിക്ക് സംശയം. അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നീ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോ ഇന്ദ്രൻ എന്തെങ്കിലും ഒരു സൂചന തരേണ്ടതല്ലേ വിനയ? അതൊന്നും തരില്ല അമ്മേ. വിനയനിപ്പോ അവരുടെ പഴയ ബന്ധുവൊന്നുമല്ലല്ലോ, വെറുക്കപ്പെട്ടവനല്ലേ. എന്നോട് ആരും ഒന്നും വിട്ടു പറയില്ല. പരമാവധി ഞാനൊന്നും അറിയാതിരിക്കാനേ അവരൊക്കെ ശ്രമിക്കൂ. അത് ശരിയാ. നിന്നെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ തന്നെ ഇപ്പൊ എല്ലാവരും അകറ്റി നിർത്തിയിരിക്കുകയല്ലേ. കുറച്ചെങ്കിലും ദയ കാണിക്കുന്നത് അനന്തമാഷ് മാത്രമാണെന്ന് പറയും. അതും താമസിയാതെ ഇവനായിട്ടില്ലാതാക്കും, കൂടെ കൂടെ അവിടെ ചെന്ന് ശല്യപ്പെടുത്തിയിട്ട്. ഒരു കാലത്ത് വിനയനെ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ എന്ന് അനന്തമാഷും കുടുംബവും ചോദിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു മാമ. ഇപ്പോഴല്ലേ അവർക്കെന്നെ വേണ്ടാതായത്. കാലം കറങ്ങി വരും. വിനയനെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാലം വീണ്ടും വരും മാമ. അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഞാനിപ്പോ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്ത് ലക്ഷണം? ദൈവം കാട്ടിത്തരുന്ന ചില സൂചനകളാണെന്ന് കൂട്ടിക്കോ മാമ. അങ്ങനെയൊന്നും ഉണ്ടല്ലോ. നമ്മളെ തള്ളിക്കളഞ്ഞവരുടെയൊക്കെ തനിനിറം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. നമ്മളെക്കാൾ വലിയ തെറ്റുകാരാണ് അവരെന്ന് നമുക്ക് ബോധ്യപ്പെടുക. നീ എന്തൊക്കെയാ വിനയ പറഞ്ഞു വരുന്നേ? നീ വീണ്ടും മറ്റുള്ളവരുടെ വിത്തും വേരും ചികഞ്ഞ് പോകാൻ തുടങ്ങിയോ? അത് നിനക്ക് നല്ലതിനല്ല വിനയ. ഇനിയെങ്കിലും അവനവന്റെ കാര്യം നോക്കി ജീവിച്ചില്ലെങ്കിൽ നിനക്കത് അപകടമാ. ഞാൻ ഒന്നിൻ്റെയും പുറകെ പോയിട്ടില്ല മാമ, പോത്തുമില്ല. പക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പ് ദൈവമായിട്ട് എൻ്റെ മുന്നിലേക്ക് ഇട്ടു തരുമ്പോൾ ഞാനതിൽ പിടിച്ച് കയറാൻ നോക്കണ്ടേ മാമ? അവസരങ്ങൾ ഉപയോഗപ്പെടുത്താത്തവൻ വിഡ്ഢിയാ. അങ്ങനെ ഒരു വിഡ്ഢിയാവണോ വിനയൻ? ആരൊക്കെ എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ കുറച്ച് നന്മയുള്ളതുകൊണ്ടല്ലേ അമ്മയും മാമനും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നത്, അല്ലേ? അല്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്കറിയാം എൻ്റെ ഉള്ളിൽ നന്മയുണ്ടെന്ന്. അതിൻ്റെ വേറൊരു തെളിവാ വിനയൻ്റെ കുഞ്ഞിനെ അവൻ്റെ അമ്മ വേണ്ടെന്ന് വെക്കാൻ ശ്രമിച്ചിട്ടും എൻ്റെ മകൻ എൻ്റെ അടുത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഓടിയെത്താനുള്ള വാതിലുകൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുക. അവിടെ ഞാൻ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വിനയൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു.